ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിന് ചെറിയൊരു പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഓട്ടോ ഒക്കെ തുടങ്ങി ഒരു വൈകുന്നേരം ആയി ഒരു പാസഞ്ചറിനെ കയറ്റി ഇങ്ങനെ പോണ സമയത്ത് വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നിന്നുപോയി. പിന്നെ എന്തോരം സെൽഫ് അടിച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ ഞാൻ നമ്മുടെ തമ്മനം വർക്ക്ഷോപ്പിലെ ആഷിക്കിനെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ സ്റ്റാർട്ടാവില്ല, വണ്ടി പെട്ടെന്ന് നിന്നുപോയി. അപ്പോൾ ആഷിക്ക് ചോദിച്ച് സെൽഫ് എടുക്കുമ്പോൾ വല്ല സൗണ്ടിന് വല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ സെൽഫ് എടുത്തപ്പോഴൊന്നും സൗണ്ടിന് വ്യത്യാസമില്ല. പിന്നെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ കാലത്ത് വണ്ടി എടുക്കാൻ നേരത്ത് മറ്റേ ഹെഡിൻ്റെ ആ സൈഡിൽ നിന്ന് ചെറിയ ടാപ്പറ്റിൽ അടിക്കണ ഒരു സൗണ്ട് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കൊണ്ടുവന്ന് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ചിക്ക് പറഞ്ഞു ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇഞ്ചിനൊക്കെ ഒന്ന് തണുപ്പിച്ച ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഹെഡിൻ്റെ വാൽവ് സീറ്റിങ്ങുമായി സംബന്ധിച്ച് ചെറിയൊരു പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആഷിക്കിനും അത് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് ആഷിക്കിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ആ സൗണ്ട് നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൗണ്ട് അറിയാൻ പറ്റുമെന്ന് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓട്ടോ ഇപ്പോൾ സ്റ്റാർട്ടായി കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നേരത്തെ പോലെ ഇനി നിന്ന് പോകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. എൻജിൻ്റെ ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനൊന്ന് കാണിച്ചു തരാം. എടാ, ചെറിയൊരു ടാപ്പിറ്റൽ അടിക്കണ സൗണ്ടാണ് ആ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ റിസ്ക് എടുത്ത് ഓടിക്കണ്ട, ഇപ്പം തന്നെ അങ്ങോട്ട് കാണിച്ചേക്കാം. ഗ്രീൻസ് ഗാരേജ് എൻ്റെ ഓട്ടോയുടെ മെക്കാനിക്കൽ സംബന്ധമായ എല്ലാ വർക്കുകളും ഇവിടെയാണ് ചെയ്യുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതല്ലേ, നിനക്ക് ഓഫ് ചെയ്യാനില്ല. സ്ലോ സ്പീഡിൽ നോക്കി ശരിക്കും കിട്ടും. സ്ലോ സ്പീഡിൽ കിട്ടും എന്താ? അതല്ലേ, അത് അയച്ചു നോക്കണം. ചെയിൻ ഓടിക്കുന്നുണ്ട്, ഹെഡിൻ്റെ അടിയുണ്ട്. അപ്പോൾ അഴിച്ചു നോക്കേണ്ടി വരും അല്ലേ? കവർ അയച്ചു നോക്കാം. ആ, ഓക്കെ. അപ്പോൾ ആഷിക്ക് പറയണത് ഹെഡും ചെയിനൊക്കെ അടിക്കണൊരു സൗണ്ടാണ് കേൾക്കണതെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അഴിച്ചു നോക്കേണ്ടി വരും. പ്രായത്തെ കമ്പനി ടൈമിങ് ചെയ്യും മാറാൻ പറഞ്ഞാൽ എത്രയിലാം? 45 അല്ലേ? അപ്പോൾ എൻ്റെ ഈ വണ്ടിയുടെ മാറിയിട്ടില്ല. എൻ്റെ ഇപ്പോൾ 67,000 കിലോമീറ്ററായി. ചില വണ്ടികൾ 1 ലക്ഷം മേലെ കൂടുന്നില്ല. അതല്ലേ, ചില വണ്ടി 1 ലക്ഷം മുകളിൽ ഓടുന്നുണ്ട് അല്ലേ? ചിലത് നമുക്ക് 45 മുമ്പ് ഒക്കെ പോകും. അതല്ലേ, ചെയിൻ അടുത്തേക്കണ ബൈക്കിന്. ഓക്കെ ഓക്കെ, ശരി. അതെ, ആ പ്ലഗിൻ്റെ പൈപ്പ് വന്നിരുന്നുണ്ടോ? ഇവിടെ പ്ലഗിൻ്റെ പൈപ്പ് വന്നിരുന്നുണ്ടോ? ചെയിൻ മാറാറായിട്ടുണ്ട് അല്ലേ? ചെയിൻ അടുത്തേക്കണ ഈ ബൈക്കിൻ്റെ. അപ്പോൾ ചെയിനൊക്കെ മാറാറായിട്ടുണ്ട്. ചെയിനും പാഡൊക്കെ മാറാറായിട്ടുണ്ട്. ചെയിൻ പാഡ് ടെൻഷനറൊക്കെ മാറാറുണ്ട്. ആ വാൽവ് ഈ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാൽവൊക്കെ ലൈറ്റിങ് കൊടുത്ത് പുതിയ വാൽവൊക്കെ സെറ്റ് ചെയ്യണം. ആ ക്യാം ഷാഫ്റ്റ് റോക്കാമൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ അത് മാറിക്കളയാം. കണ്ടോ, ചെയിൻ ഇപ്പോൾ മാക്സിമം അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ ചെയിൻ എൻജിൻ കവറയിൽ ഒരഞ്ഞ് എൻജിൻ കവർ പൊട്ട് വീണേന. കറക്റ്റ് ടൈമിലാണ് എന്തായാലും അഴിച്ചേക്കണത്. ഇപ്പോൾ ഏകദേശം 67,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്.
അപ്പോൾ കമ്പനി ചെയിൻ മാറ്റാൻ പറയുന്നത് 45,000 കിലോമീറ്ററിലാണ്. അപ്പോൾ ഇതൊക്കെ അഴിച്ച് ചെയ്യുമ്പോൾ ഹെഡിൻ്റെ വാൽവൊക്കെ ഒന്ന് സീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഓയിൽ വലിയ ചിലവില്ല, എന്താ ചെയിൻ മാക്സിമം അടുത്തായിരിക്കണത്. അപ്പോൾ എന്തായാലും CNG ഓട്ടോയുടെ എൻജിന് ഇത്രയും ലൈഫൊക്കെ ഉള്ളൂ എന്നാണ്. 67,000 കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മുടെ എൻജിൻ്റെ പണി ഏകദേശം ആയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡീസൽ എൻജിൻ്റെ കരുത്തൊന്നും CNG എൻജിന് ഇല്ല എന്ന് വെച്ചാൽ ഹെവി ഹീറ്റിംഗ് ആയിട്ട് കൊണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ഡീസൽ എൻജിൻ തന്നെയാണ് നല്ലത്. ഇപ്പോൾ എന്താ സംഭവം എന്താണ്? ഇതിപ്പോൾ ടൈമിംഗ് ചെയിൻ മാറാറായിട്ടുണ്ട്. ചെയിൻ പാഡ്, റോക്രാമി, ക്യാം ഷാഫ്റ്റ് ഒക്കെ തേയ്മാനമായിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഓയിൽ ചെലവുണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടർ കിറ്റും ഈ പണി തന്നെ മാറിക്കളയാം. പിന്നെ ക്ലച്ച് വയ്ക്കുമ്പോൾ ക്ലച്ചിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും മാറാം. അപ്പോൾ ഒറ്റ ലേബർ ചാർജിൽ എല്ലാ പണിയും തീരും, വണ്ടി കണ്ടീഷനും പോകും. എത്ര ചിലവുണ്ട് ഇത്? ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം മാറി പണിക്കാശ് ഉൾപ്പെടെ ഏകദേശം ഒരു 14 രൂപ അടുത്ത് ചിലവ് വരും. 14 രൂപ ചിലവുണ്ട്. സിലിണ്ടർ കിറ്റിന് 3,256 രൂപ വിലയുണ്ട്. ക്ലച്ച് അസംബ്ലിക്ക് 2,570 രൂപ വിലയുണ്ട്. പിന്നെ റോക്രാമിന് രണ്ടെണ്ണത്തിന് ഇപ്പം 307 രൂപ ഒരെണ്ണത്തിന്. അപ്പോൾ 614 രൂപ റോക്രാമിന് രണ്ടെണ്ണത്തിന് വരും. ക്യാം ഷാഫ്റ്റിന് 899 രൂപ വരും. പിന്നെ അതിൻ്റെ പാക്കിങ്ങുകൾ, പിന്നെ വാൽവ് മാറണം. ഇത്രയും കിലോമീറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ലൈറ്റിൽ കൊടുത്ത് ആ വാൽവും കൂടി പുതിയതിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഓയിൽ ചേഞ്ച് എല്ലാം മാറും. രണ്ടാമത് എഞ്ചിൻ പണി രണ്ടാമത് റീസെറ്റ് ചെയ്യണം. 67,000 കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ചില വണ്ടികൾ 67, ചില വണ്ടികൾ 80,000 കിട്ടും, ചില വണ്ടി 1 ലക്ഷം മേലെയും ഓടും. അത് നമ്മുടെ ഓടിക്കലും എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡീസൽ വണ്ടി പോലെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിക്ക് ഹീറ്റിംഗ് കൂടുതലാണ്, അപ്പോൾ തേയ്മാനങ്ങൾ കൂടും. അപ്പോൾ ആ വണ്ടീനെ അറിഞ്ഞ് നമ്മൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരില്ല. ഈ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ ഓട്ടോറിക്ഷ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഹെഡൊക്കെ അഴിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെയിനൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ചെയിൻ ഇടേണ്ടി വരും. അപ്പോൾ പുതിയ ചെയിൻ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഹെഡൊക്കെ ലെയ്ത്തിൽ കൊടുത്ത് പുതിയ വാൽവും പിന്നെ അത് വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഇന്നത്തേക്ക് 2ാമത്തെ ദിവസമാണ് എൻ്റെ ഓട്ടോ വർക്ക്ഷോപ്പിൽ. എന്താ എൻ്റെ ഹെഡൊക്കെ അഴിച്ച് ലെയ്ത്തിൽ കൊടുത്തിരിക്കുകയാണ്. വാൽവ് പുതിയതിടും, അതിനൊപ്പം വാൽവ് സീറ്റിംഗ് ചെയ്യും. കണ്ട, ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ. ഇത് കമ്പനി പറയുന്നത് 45,000 കിലോമീറ്ററിൽ മാറണം എന്നാണ്. ഒരു 67,000 കിലോമീറ്റർ ഓടി. അപ്പോൾ മാക്സിമം ചെയിൻ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ മാറണം. അതോടൊപ്പം അപ്പോൾ ചെയിൻ മാറുമ്പോൾ നമുക്കിവിടെ ക്ലച്ചിൻ്റെ കവർ അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലച്ച് കവർ അഴിച്ച് നോക്കി ക്ലച്ചിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ക്ലച്ചും മാറേണ്ടി വരും. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഹെഡൊക്കെ കിട്ടും. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഇത് പിടിപ്പിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വണ്ടി കിട്ടും. ക്ലച്ച് കവർ അഴിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. ക്ലച്ച് കവർ അഴിച്ചെടുത്ത് വേണം ക്ലച്ചിന് വല്ല കംപ്ലൈൻറ്റ് ഇട്ടാൻ നോക്കാൻ അല്ലേ? ഇപ്പോൾ ചെയിൻ ടെൻഷനറൊക്കെ കഴിക്കണം. ഇതാണ് ചെയിൻ ടെൻഷനർ, അതായത് ചെയിൻ ലൂസ് ആവുന്നതനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണിത് അല്ലേ? ബജാജിൻ്റെ എല്ലാ വണ്ടിക്കും 45,000 കിലോമീറ്ററിൽ ചെയിൻ മാറണം അല്ലേ? അത് കമ്പനി പറയണത് ചിലത് അതിന് മേലെ കൂടും, 1 ലക്ഷത്തിന് മേലേക്ക് കൂടി വണ്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓടിക്കണ പോലെ ഇരിക്കും. ഇപ്പം എന്തായാലും ചെയിൻ മാറേണ്ടി വരും അല്ലേ? ഇതിപ്പോ ചെയിൻ മാറാൻ പറയുന്നുണ്ട് 45,000. അതാണ് ചെയിൻ 45,000 മാറാൻ പറയണെങ്കിലും ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ ആ സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ കംപ്ലൈൻറ്റ് ആവുന്നുള്ളൂ. ചിലത് അതിന് മുമ്പും കംപ്ലൈൻറ്റ് ആവാം. പിന്നെ ഒരു ഒട്ടുമിക്ക വണ്ടികൾ 1 ലക്ഷം മേലെ ഓടിയ വണ്ടികളൊക്കെയാണ്. ഈ സെഡ് എന്നൊക്കെ പറയുമ്പോൾ 85,000 മാക്സിമം കൂടുതൽ ഇവിടെ വരാറ്. പിന്നെ എൻ്റെ കുറച്ച് പെട്ടെന്നായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഒരു വഴി കൂടെയൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പെട്ടെന്ന് വലിയാൻ കാരണമല്ലേ? ലോഡൊക്കെ വെച്ച് അത്യാവശ്യം ഓടിച്ചിട്ടില്ലേ? ഞാൻ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്. വലിപ്പിക്കൽ കൂടുന്നതനുസരിച്ചാണ് ഈ വലിപ്പിക്കുന്നത് കൂടുന്നതനുസരിച്ചാണ് ചെയിൻ്റെ വലിവ് കൂടുന്നത് അല്ലേ? ഹീറ്റിംഗ് വല്ലാണ്ട് ഓവറായിട്ട് ഹീറ്റിംഗ് വരും. ഹീറ്റിംഗ് ആകുമ്പോഴും അപ്പോൾ തേയ്മാനങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും ഗ്യാസിലായതുകൊണ്ട്. അങ്ങനെ നോർമൽ ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടി ആ ഫ്യൂവലിൽ പോണ പോലെ അല്ല ഗ്യാസ്.
ഫ്യൂവലിലേക്ക് പോകുന്നത്. CNG പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ CNGക്ക് ഹീറ്റ് കൂടുതലാണല്ലോ. ഹീറ്റ് കൂടുതലായിരിക്കും. ഇപ്പം എന്താ ചെയ്യാൻ പോണത് ഇപ്പം ശരിക്കും? ഇതിപ്പോൾ ഹെഡ് എഴുതി കൊടുത്ത് വാൽവ് മാറി സീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ടൈമിങ് ചെയിനൊക്കെ മാറണതാണ്. ടൈമിങ് ചെയിന്, റോക്രാം, ക്യാം ഷാഫ്റ്റ്, ചെയിൻ പാഡ്, ടെൻഷനർ, അതിനൊക്കെ തേയ്മാനം ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ ക്ലച്ചിൻ്റെ അയച്ചു കഴിഞ്ഞാൽ ഇനി ക്ലച്ചിൻ്റെ എന്താ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് ഓയിൽ ചിലവ് ചെറിയ രീതിയിലുണ്ട്. പിന്നെ പറഞ്ഞല്ല, ഇപ്പം വലിയ കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ല. സ്കൂൾ ട്രിപ്പൊക്കെ വേറെ വണ്ടിയിലാണ് അങ്ങനെ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇനി പിന്നീട് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ കിറ്റ് മാറേണ്ടി വരും. ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പോൾ ഓയിൽ ചിലവുണ്ട് ഈ വണ്ടിക്ക്. എന്നുവെച്ചാൽ ഓയിൽ ഊറ്റിയപ്പോഴും ഓയിൽ ആ ഒരു ലെവലുള്ളതില്ല, കുറവാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് വലിയ ഓട്ടങ്ങളൊന്നും ഇല്ല. ഒരു ദിവസം ഒരു 50-60 കിലോമീറ്ററൊക്കെ ഓടണുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഇനി ഓയിൽ കൂടുതൽ കത്തണമെങ്കിൽ ആ സിലിണ്ടർ കിറ്റും മാത്രം മതിയാവൂല്ലേ? സിലിണ്ടർ കിറ്റിന് ഇപ്പൊ ഏകദേശം ഒരു 3256 ഇപ്പൊ സിലിണ്ടർ കിറ്റിന് വിലയുണ്ട്. അത്രയും പൈസ നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് ഇക്ക വണ്ടി പണിയണത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ്. അപ്പൊ പിന്നീട് അഴിക്കുമ്പോഴും സിലിണ്ടർ എന്തായാലും ഇത് ചെയ്യും. ബാക്കി പണി വരുന്നിടത്ത് വെച്ചാണ്. ഓക്കെ. പിന്നെ ക്ലച്ച് കവർ അഴിച്ച് പുറത്തെടുത്ത് അതല്ലേ അസംബ്ലി മാറണമെന്നല്ലേ? കുഴിഞ്ഞിരിക്കുന്നുണ്ട്. ഡിസ്ക് പ്ലേറ്റ് ഒക്കെ തീർന്നിരിക്കുകയല്ലേ? അതുപോലെ ഫ്ലച്ചിൻ്റെ പിന്നെ ചെറിയ കട്ടിങ് ഉണ്ട്. കട്ടിങ് ഉണ്ട്. കട്ടിങ് പണിയൊക്കെയുണ്ടോ? കുഴി പോലെ കാണുന്നുണ്ടോ? ഇവിടെ ഇവിടെ സൈഡിലൊക്കെ ഉണ്ടോ? ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? ഓ, അതുപോലെ ഇതും പ്ലേ ഉണ്ട് നല്ലപോലെ. പ്ലേ ഉണ്ടല്ലേ? ക്ലച്ച് ഡിസ്കും പ്ലേറ്റും തേയ്മാനമുണ്ട് നല്ലപോലെ. കുഴി വീണ് കിടക്കുക. പ്ലേറ്റ് കുഴിഞ്ഞു പോയി. ഡിസ്കിനും തേയ്മാനമുണ്ട്. ഇത് ഇതേപോലത്തെ പെർഫെക്ഷനിൽ ഇരിക്കണം. പക്ഷെ അങ്ങനെ ഇരിക്കണേ ഇത് കുഴിഞ്ഞിരിക്കണം. ഈ സൈഡിൽ ഒരു സൈഡ് മാത്രമേ ആ പെർഫെക്ഷനിൽ ഇരിപ്പുള്ളൂ. ബാക്കി എല്ലാ പ്ലേറ്റും ഇതേപോലെ രണ്ട് സൈഡും കുഴിഞ്ഞിരിക്കുക. കണ്ടോ? അതിൽ ഡിസ്കിനും തേയ്മാനമുണ്ട്. അതേപോലെ ക്ലച്ച് ബെല്ലിനും തേയ്മാനമുണ്ട്. അതേപോലെ കുഴി ഇത് മാറേണ്ടി വരും. അസംബ്ലി പാടി മാറേണ്ടി വരും അല്ലേ? അസംബ്ലി പാടി മാറണല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുഷും പോയി കിടക്കുക. നല്ല പ്ലേ ഉണ്ട്. ഈ സൈഡിലൊക്കെ തേയ്മാനങ്ങളുണ്ട്. ഇതിനിപ്പോൾ ഇത് മാറാണ്ട് ഇത് മാത്രം മാറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കാൻ നേരം ഒരു ഇങ്ങനെ ഒരു ജെർക്കിങ് ആയിരിക്കും, ഒരു ഷെയ്ക്ക് ആയിരിക്കും. അങ്ങനെ ചെയിൻ അയച്ച് പുറത്തെടുക്കുകയാണ്. എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ അഴിച്ച് അപ്പോൾ ക്ലച്ചൊക്കെ പോയി കിടക്കുകയാണ്. ക്ലച്ചൊക്കെ നല്ല തേയ്മാനമുണ്ട്. അപ്പോൾ ഹെഡൊക്കെ സീറ്റിങ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അത് കുറച്ച് ഓയിൽ ചിലവ് ഉള്ള കാരണം കൊണ്ട് സിലിണ്ടർ പിസ്റ്റണും കൂടി അങ്ങോട്ട് മാറിക്കളയാം അല്ലേ? എന്താ അഭിപ്രായം? എന്താ? അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇനിയും പിന്നീട് അതിൽ ചിലവുകൾ വരികയാണ്. പിന്നെ ഇതുപോലെ അഴിക്കേണ്ടി വരും ഹെഡ് സിലിണ്ടർ. അപ്പോൾ എന്തായാലും ഇത്രയും പണിത സ്ഥിതിക്ക് അതും കൂടി അങ്ങോട്ട് മാറിക്കളയാം. അപ്പോൾ ഇഞ്ചൻ നല്ല പുതിയ കണ്ടീഷനാവും അല്ലേ? എന്നാൽ പിന്നെ അത് മാറിക്കോ. ഇനിയിപ്പോൾ ഓയിൽ ചിലവ് ഇനിയിപ്പോൾ ഇതൊക്കെ പണിത് കഴിയുമ്പോൾ പിന്നീട് അതുമ്പോൾ പണി വന്ന് പിന്നെയും പണിയാവും.
ക്രാങ്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ക്രാങ്കിന് വല്ല അടി വല്ലതും ഉണ്ടാകുന്ന നോക്കാൻ പറ്റുമോ? ഒന്ന് നോക്കി. ക്രാങ്ക് കുഴപ്പമില്ല അല്ലേ? അപ്പം ആകെ കുഴപ്പമില്ലാത്തൊരു ഭാഗം ക്രാങ്ക് മാത്രമേ ഉള്ളൂ അല്ലേ? വന്നതല്ലേ? അപ്പം എന്തായാലും നമ്മൾ ഇത്രയും പണിയല്ലേ, അപ്പോൾ ആ സിലിണ്ടർ പിസ്റ്റോൺ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി കിട്ടും. ആദ്യം സിലിണ്ടറും പിസ്റ്റോണും മാറണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സിലിണ്ടറും പിസ്റ്റോണും മാറിക്കും. റാഹിദ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഓയിൽ ഒഴിക്കാനുള്ള പരിപാടിയാണ്. ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച കളർ ഓയിലാണല്ലോ അല്ലേ? എല്ലാം പച്ച അല്ലേ? ഹെഡ്, ക്ലച്ച്, പിന്നെ സിലിണ്ടർ, ടൈമിംഗ് ചെയിൻ, ക്യാം ഷാഫ്റ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? എല്ലാം മാറ്റി ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാ. ഇപ്പം ഇഞ്ചിൻ റീസെറ്റ് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവേണ്ടതുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തേടാ അടി ഉണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഇതിൽ നിന്ന് മാറിയത്. സിലിണ്ടർ, ക്യാം ഷാഫ്റ്റ്, പിസ്റ്റൺ, ഇതിൻ്റെ പേരെന്താ, ക്ലച്ച് അസംബ്ലി. ഇതൊക്കെ ക്ലച്ചിൻ്റെ പാർട്സാണ്. ഇതെന്ത് സാധനമോ? ഇത് ഓയിൽ പമ്പ്. ഓയിൽ പമ്പ് മാറുമല്ലേ? ഇത് ഓയിൽ പമ്പ്. ഇതെന്ത് സാധനം ഇത്? ചെയിൻ ഗൈഡ് അല്ലേ? എവിടെ? ഇതാണ് ടൈമിംഗ് ചെയിൻ. ഇത് ഞാൻ എടുക്കൂട്ടെ, എനിക്ക് മാലയായിട്ട് ഉപയോഗിക്കാൻ. മാലയായിട്ട് ഉപയോഗിക്കാമല്ലോ അല്ലേ? ആ, ഇത് ചെയിൻ ടെൻഷനർ. ഇത് റോക്രാം അല്ലേ? ഇത് റോക്രാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഓട്ടോയിൽ നിന്ന് മാറിയത്. എൻജിനിൽ നിന്ന് പുതിയ ഐറ്റംസ് കയറ്റിയിട്ടുണ്ട് നമ്മുടെ ഓട്ടോയുടെ. പിന്നെ ഹെഡ്, വാൽവ് സീറ്റ് ചെയ്ത് പുതിയ വാൽവല്ലേ? വാൽവിൻ്റെ അത് വെള്ളമല്ല, വാൽവ് ലെയ്ത്തിലാണല്ലേ? ഓക്കെ, ഇതാണ് മെയിൻ സംഭവം. ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ കേട്ടോ. ഇത് പിസ്റ്റൺ. എൻ്റെ ഈ ഓട്ടോയുടെ എൻജിൻ്റെ വർക്കൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം 2 ദിവസം കൊണ്ട് തീർത്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻജിൻ്റെ ഭാഗമായുള്ള വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻസ് ഓട്ടോ ഗ്യാരേജിൽ സമീപിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ വർക്കിൻ്റെയും കൂടിയും ഇപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 14,000 രൂപയോളം വന്നിട്ടുണ്ട് അല്ലേ? എല്ലാം കൂടിയും, അതായത് ലേബർ ചാർജും സ്പെയറൊക്കെ കൂടി ഒരു 14,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നും കൂടി, അതായത് ആ മെറ്റലിൻ്റെ അംശങ്ങൾ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഓയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് 1000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യണത്. അതുകൂടാതെ 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സിലിണ്ടർ ഒന്ന് സീറ്റിംഗ് ആയതിനു ശേഷമേ ട്യൂൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അതുവരെ കൈ കൊടുക്കാണ്ടൊക്കെ ഓടിച്ച് ഒന്ന് സീറ്റിംഗ് ആക്കി എടുക്കണം അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.